എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഭൂയോപി കിം नु कृणुमप्रणदार्तिहारे ഗോവിന്ദ ഏവ പരിപാലയതാത്സുതം ന ഇത്യാദിമാദര പിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. കിം नु കൃണുമ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ, പ്രണമിക്കുന്നവരുടെ ആർത്തികളെല്ലാം അകറ്റുന്ന ഗോവിന്ദൻ തന്നെ. പരിപാലയതാത്, പരിപാലിക്കുമാറാകണമേ. സുതം ന ഭൂയാ അപി, ഞങ്ങളുടെ ഉണ്ണിയെ വീണ്ടും വീണ്ടും. ഇത്യാദി, ഇങ്ങനെയെല്ലാം. മാതര പിതൃ പ്രമുഖൈ, അങ്ങയുടെ അമ്മയും അച്ഛനും മറ്റ് പ്രമുഖന്മാരായ പലരും. തദാനീം, അപ്പോൾ. സംപ്രാർത്ഥിത, നന്നായി പ്രാർത്ഥിച്ചു. ആരോട്? ത്വദവനായ ത്വം ഏവ, അങ്ങയോട് തന്നെ. അങ്ങയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങയോടു തന്നെ പ്രാർത്ഥിച്ചു എന്നർത്ഥം. വിഭോ, ഹേ ഭഗവാനെ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഞങ്ങളെല്ലാം നിസ്സഹായരാണ്. വന്ദിക്കുന്നവരുടെ ആർത്തികൾ അകറ്റുന്ന ഗോവിന്ദൻ നമ്മുടെ മകനെ രക്ഷിക്കുമാറാകണമേ എന്നു പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മാതാപിതാക്കളും മറ്റു പലരും അങ്ങയുടെ സംരക്ഷണത്തിന് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. അതായത് പൂതന, ശകടാസുരൻ മുതലായവരിൽ നിന്ന് തങ്ങളുടെ ഉണ്ണിയെ രക്ഷിച്ചത് ഭഗവാനാണ് എന്നവരെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ ഭഗവാനാണ് എന്നവർ അറിയുന്നില്ല. അതുകൊണ്ട് ഇനിമേലിലും എന്തെങ്കിലും ആപത്തുകൾ വരാതെ ഈ ഉണ്ണിക്കണ്ണനെ ഭഗവാൻ തന്നെ രക്ഷിക്കണമേ എന്നാണ് ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ.